ഇതെല്ലാം യൂട്യൂബിൽ ലോകം മുഴുവനും. ദൈവത്തിന് സ്തുതി. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല എന്ന വചനം ഇന്ന് എൻ്റെ ജീവിതത്തിൽ അനർത്ഥമായി എന്ന് എനിക്ക് തോന്നുവാണ്. അതുപോലെ പല പ്രതിസന്ധികളും കടന്നാണ് ഞാനിവിടെ വന്നത്. ഒരു ധ്യാനം കൊണ്ടുവന്ന് ഞാൻ ആഗ്രഹിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പം വിൽസി എന്നെ വിളിച്ചു. അങ്ങനെ വരാൻ എനിക്ക് അവസരം കിട്ടി. അപ്പം എന്നുള്ള പരിശുദ്ധാത്മാവിനെ ഒന്ന് ഉദ്ദീപിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഈ ധ്യാനത്തിന് വരാൻ പറ്റിയത്. അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ഒരു ധ്യാനം തന്നെ ആയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇവിടെ വന്നപ്പോൾ ആദ്യം കേട്ടത് തന്നെ ദാനങ്ങളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ എന്നുള്ളതാണ്. ശുശ്രൂഷകളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. അപ്പം ആ ആത്മാവിനെ ഒന്ന് പരിപോഷിപ്പിക്കാൻ ഈ 3 ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും ബ്രദറിൻ്റെ പ്രസംഗത്തിലൂടെ സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് മമ്മിയും ബീനായും ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. ബീന ഒത്തിരി നന്നായിട്ട് പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടിയിട്ട് എന്നിലൊരു പരിശുദ്ധാത്മാവ് നിറയുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലായത്? ആദ്യമായിട്ട് എനിക്ക് തോന്നിയത് പല വിമർശിക്കരുത്, മറ്റുള്ള പലതും പല രീതിയിൽ പ്രവർത്തിക്കും. പ്രത്യേകിച്ച് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാരല്ലേ അവർ അങ്ങനെ ഓരോ രീതിയിൽ പ്രവർത്തിക്കുന്നവരെ നമ്മളാണ് ബെസ്റ്റ്, അവരതൊന്നും അല്ല എന്ന് ചിന്തിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിന്തയെ പാടില്ലെന്ന് എനിക്ക് തോന്നി. പിന്നെ എന്നിലുള്ള വിളി എന്താണെന്ന് എനിക്ക് ഈ 3 ദിവസത്തിനുള്ളിൽ കണ്ടെടുക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. എന്നിലുള്ളത് ദൈവിക ദാനങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവുള്ളവർ. താങ്ക് യു.